വർഷം 2008 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ ഡിസ്ട്രിക്റ്റിലെ ആൽബക്കുക്കി എന്ന പട്ടണത്തിൽ ഒരു ഹൈസ്കൂൾ കെമിസ്ട്രി അധ്യാപകനായിരുന്നു വാൾട്ടർ വൈറ്റ്. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടി നോബൽ സമ്മാനം നേടിയ റിസർച്ച് ടീമിൽ പോലും അംഗമായിരുന്ന വാൾട്ടർ ഒരു ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും വിധിയും പ്രാരാബ്ധവും അയാളെ ഒരു സാധാരണ ഹൈസ്കൂൾ അധ്യാപകനാക്കി മാറ്റി. സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിയിരുന്ന വാൾട്ടറിന് ഭാര്യയും ഒരു മകനുമാണുള്ളത്. ഗർഭിണിയായ ഭാര്യ സ്കൈലർ ഹൗസ് വൈഫ് ആണെങ്കിലും സാമ്പത്തികമായി ഭർത്താവിനെ സഹായിക്കാൻ മാസികകൾക്ക് വേണ്ടി ചെറുകഥകൾ എഴുതുകയും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ ഓൺലൈൻ വഴി വിൽക്കുകയും ചെയ്യുന്നുണ്ട്. 16 വയസ്സുള്ള മകൻ വാൾട്ടർ വൈറ്റ് ജൂനിയർ ജന്മനാ സെറിബ്രൽ പാൾസി എന്ന അസുഖബാധിതനാണ്. ഈ അസുഖം ശരീരത്തിന്റെ ചലനങ്ങളെ ബാധിക്കുന്ന കാരണം അവന് നടക്കാൻ ക്രച്ചസിന്റെ സഹായം വേണം. കൂടാതെ സംസാരിക്കാനും അവന് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വാൾട്ടർ പഠിപ്പിക്കുന്ന അതേ സ്കൂളിൽ തന്നെ ആയിരുന്നു ജൂനിയറും പഠിച്ചിരുന്നത്. ഗർഭിണിയായ ഭാര്യയുടെയും സുഖമില്ലാത്ത മകന്റെയും ചികിത്സയും വീട്ടുചിലവുകളും നടത്താൻ സ്കൂളിലെ ശമ്പളം തികയാതെ വന്ന സാഹചര്യത്തിൽ വാൾട്ടർ ഒരു കാർ വാഷിൽ പാർട്ട് ടൈം ജോലിയും ചെയ്തിരുന്നു. രാവും പകലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഈ ഓട്ടം വാൾട്ടറിന് വല്ലാതെ മടുത്തിരുന്നു. അങ്ങനെ തന്റെ വിരസമായ ജീവിതം തള്ളി നീക്കുന്ന വാൾട്ടർ പതിവ് പോലെ രാവിലെ ജോലിക്ക് പോകാൻ ഒരുങ്ങി. അന്ന് വാൾട്ടറിന്റെ 50ാം ജന്മദിനമാണെന്ന് ഭാര്യ അയാളെ ഓർമ്മിപ്പിച്ചെങ്കിലും ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്ത വാൾട്ടർ പതിവ് പോലെ ഭക്ഷണം കഴിച്ചു തുടങ്ങി. വീട്ടിൽ ആവശ്യത്തിന് സുഖ സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ മകൻ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും വാൾട്ടർ അതിനൊന്നും വലിയ ശ്രദ്ധ കൊടുത്തില്ല. ശേഷം മകനോടൊപ്പം വാൾട്ടർ തന്റെ സ്കൂളിലേക്ക് പോയി. കെമിസ്ട്രിയെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന വാൾട്ടറിന്റെ ക്ലാസുകൾ വളരെ പുതുമയുള്ളതായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ കെമിസ്ട്രി വെറും ദ്രവ്യങ്ങളെ കുറിച്ചുള്ള പഠനമല്ലെന്നും മറിച്ച് മാറ്റങ്ങളെ കുറിച്ചുള്ള പഠനമാണെന്നായിരുന്നു വാൾട്ടറിന്റെ പക്ഷം. ഒരു കെമിക്കൽ മറ്റൊന്നുമായി ചേരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൽ നിന്നും ജനിക്കുന്ന പുതിയ കെമിക്കലുകളും ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ദി സൈക്കിൾ ഓഫ് ലൈഫ്, അതായത് ജീവിത ചക്രവുമായി ഉപമിക്കുന്ന വാൾട്ടർ ഓരോ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്നത് പോലെ വളർച്ചയും നാശവും പിന്നീടുണ്ടാകുന്ന പൂർണ്ണമായ മാറ്റവും തന്നെയാണ് കെമിസ്ട്രി എന്നും പറയുന്നു. എന്നാൽ മടിയന്മാരും അലസന്മാരുമായ കുട്ടികൾ അതൊന്നും ശ്രദ്ധിക്കാതെ കളിച്ചുകൊണ്ടിരിക്കുന്നത് വാൾട്ടറിനെ എപ്പോഴും അലട്ടിയിരുന്നു. സ്കൂളിലെ ജോലി കഴിഞ്ഞ ശേഷം വാൾട്ടർ നേരെ പോയത് കാർ വാഷിലെ പാർട്ട് ടൈം ജോലിക്കാണ്. അവിടെ ക്യാഷ് കൗണ്ടറിലായിരുന്നു വാൾട്ടറിന് ജോലി. എന്നാൽ ഒരു ജോലിക്കാരൻ പിരിഞ്ഞുപോയ കാരണം പറഞ്ഞ് വാൾട്ടറിനോട് കാറ് കഴുകുന്ന ജോലി ചെയ്യാൻ ഉടമസ്ഥനായ ബോഗ്ഡൻ ആവശ്യപ്പെട്ടു. ഒരു അധ്യാപകനായ താൻ മറ്റുള്ളവരുടെ കാർ കഴുകുന്ന ജോലി ചെയ്യുന്നതിൽ അയാൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും തന്റെ അവസ്ഥ മുതലെടുക്കുന്ന ഉടമസ്ഥനോടുള്ള രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വാൾട്ടർ അത് സമ്മതിച്ചു. അവിടെ വെച്ച് തന്റെ ക്ലാസ്സിലെ പണക്കാരനായ ഒരു പയ്യന്റെ കാർ കഴുകേണ്ടി വന്ന വാൾട്ടറിന് അവന്റെ പരിഹാസവും നേരിടേണ്ടി വന്നു. അന്നത്തെ ജോലിക്ക് ശേഷം മനസ്സും ശരീരവും തളർന്ന് വീട്ടിലെത്തിയ വാൾട്ടറിന് ഭാര്യ സ്കൈലറും കുടുംബവും ചേർന്ന് ഒരു ബർത്ത്ഡേ പാർട്ടി ഒരുക്കിയിരുന്നു. സ്കൈലറിന്റെ അനുജത്തി മേരിയും ഭർത്താവ് ഹാങ്കും അവരുടെ സുഹൃത്തുക്കളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അമേരിക്കയിൽ നിയമവിരുദ്ധമായ മയക്കുമരുന്ന് നിർമ്മാണം, വിൽപ്പന, കടത്ത് എന്നിവ തടയാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് വിഭാഗമായ TEA അഥവാ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് അഡ്മിനിസ്ട്രേഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് വാൾട്ടറിന്റെ അളിയനായ ഹാങ്ക്. ഹാങ്കിന്റെ ധീരതയും പോലീസ് ജീവിതവും ഇഷ്ടപ്പെട്ടിരുന്ന വാൾട്ടറിന്റെ മകന് അമ്മാവനായ ഹാങ്കിനോട് വലിയ ആരാധനയായിരുന്നു. കഴിഞ്ഞ ദിവസം ഹാങ്കും സംഘവും പിടികൂടിയ ക്രിസ്റ്റൽ മെത്ത് ശേഖരത്തെ പറ്റിയും അവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ലക്ഷക്കണക്കിന് ഡോളറിനെ പറ്റിയുമുള്ള വാർത്ത അവിടെ വെച്ച് അവർ ടിവിയിൽ കണ്ടു. ജീവിതകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി പണത്തിനായി നെട്ടോട്ടമോടുന്ന വാൾട്ടറിന് അത്രയും വലിയ തുക ഒരു കൗതുകമായിരുന്നു. ഒരിക്കൽ തന്നോടൊപ്പം ഏതെങ്കിലും ഒരു ഡ്രഗ് ഓപ്പറേഷനിൽ കൂടെ വരാൻ ഹാങ്ക് വാൾട്ടറിനെ ക്ഷണിച്ചു. നിന്റെ വിരസമായ ജീവിതത്തിൽ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാകാൻ ഇത് സഹായിക്കുമെന്ന് അയാൾ തമാശയായി വാൾട്ടറിനോട് പറഞ്ഞു. തീർച്ചയായും ഒരിക്കൽ വരാമെന്നായിരുന്നു വാൾട്ടറിന്റെ മറുപടി. അടുത്ത ദിവസം പതിവ് പോലെ സ്കൂളിലെ ജോലിക്ക് ശേഷം കാർ വാഷിൽ ജോലി ചെയ്യുന്നതിനിടയിൽ നെഞ്ചിൽ ഒരു വേദന അനുഭവപ്പെട്ട വാൾട്ടർ ബോധം നഷ്ടപ്പെട്ട് അവിടെ കുഴഞ്ഞു വീണു. കണ്ണു തുറക്കുമ്പോൾ അയാൾ ആംബുലൻസിൽ ഡോക്ടറുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നും വീട്ടിൽ പോകാമെന്നും വാൾട്ടർ പറഞ്ഞെങ്കിലും വാൾട്ടറിന്റെ രോഗത്തെപ്പറ്റി ചില സംശയങ്ങൾ തോന്നിയ ഡോക്ടർ ചില ചെക്കപ്പുകൾ ചെയ്ത ശേഷം പോകാമെന്ന് മറുപടി നൽകി. വലിയ ചെക്കപ്പുകൾക്കും ചികിത്സയ്ക്കും ഒന്നും തന്റെ കയ്യിലെ പണവും ഇൻഷുറൻസും തികയില്ലെന്ന ഭയം വാൾട്ടർ ഡോക്ടറോട് പങ്കുവച്ചെങ്കിലും അതെല്ലാം പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ചെക്കപ്പുകൾക്ക് ശേഷം റിപ്പോർട്ടുകൾ നോക്കിയ ഡോക്ടർ ആ ഞെട്ടിക്കുന്ന സത്യം വാൾട്ടറിനോട് തുറന്നു പറഞ്ഞു. സർജറി ചെയ്ത് മാറ്റാൻ സാധിക്കാത്ത ലങ് ക്യാൻസർ ആണ് വാൾട്ടറിന്. കീമോതെറാപ്പി ചെയ്താൽ പരമാവധി 1 വർഷം അല്ലെങ്കിൽ 2 വർഷം, അതാണ് വാൾട്ടറിന്റെ മുന്നിൽ ബാക്കിയുള്ള സമയം. ഒരു സാധാരണ മനുഷ്യൻ താൻ മരിക്കാൻ പോകുന്നു എന്ന് കേട്ടാൽ പൊട്ടിക്കരഞ്ഞേക്കാം, അല്ലെങ്കിൽ പേടിച്ചു വിറച്ചേക്കാം.
പക്ഷെ വാൾട്ടറിന്റെ മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന ചോദ്യത്തിനു പകരം ഡോക്ടറുടെ ഷർട്ടിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കറ ശ്രദ്ധിക്കുന്ന വാൾട്ടർ, ഡോക്ടർ ഉച്ചയ്ക്ക് കഴിച്ച ഹോട്ട് ഡോഗിൽ നിന്നാണോ ഷർട്ടിൽ ഈ കറ ആയതെന്ന് ചോദിച്ചു. താൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഷർട്ടിലെ കറയെക്കുറിച്ച് ചോദിക്കുന്ന വാൾട്ടറിനെ കണ്ട് ഡോക്ടർ ഒരു നിമിഷം അമ്പരന്നുപോയി. ഡിസോസിയേഷൻ എന്ന് മനഃശാസ്ത്രത്തിൽ വിളിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് വാൾട്ടർ അപ്പോൾ കടന്നുപോകുന്നത്. മനുഷ്യന് താങ്ങാൻ കഴിയാത്ത വലിയൊരു ആഘാതം സംഭവിക്കുമ്പോൾ നമ്മുടെ തലച്ചോർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി കണ്ടെത്തും. യാഥാർത്ഥ്യത്തിൽ നിന്നും മനസ്സിനെ വിച്ഛേദിക്കുന്ന ഒരു പ്രക്രിയയാണിത്. താൻ മരിക്കാൻ പോകുന്നു എന്ന ഭയാനകമായ സത്യം ഉൾക്കൊള്ളാൻ വാൾട്ടറിന്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. ആ വലിയ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒളിച്ചോടാൻ വാൾട്ടറിന്റെ തലച്ചോർ കണ്ടെത്തിയ ഒരു കൊച്ചു അഭയ കേന്ദ്രമായിരുന്നു ആ മഞ്ഞക്കറ. തിരികെ വീട്ടിലെത്തിയ വാൾട്ടർ ഭാര്യ സ്കൈലറിനോട് ഇതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല. എന്നാൽ താൻ മരിക്കാൻ പോവുകയാണെന്ന സത്യവും തന്റെ കുടുംബം ഇനി എങ്ങനെ ജീവിക്കുമെന്ന ഭയവും വാൾട്ടറിന്റെ ശാന്തമായ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ ജീവിതത്തെയും പ്രാരാബ്ദങ്ങളെയും ഭയന്ന് ജീവിച്ച അയാൾക്ക് മുമ്പെങ്ങും തോന്നാത്ത ഒരു അസാമാന്യ ധൈര്യം തോന്നി തുടങ്ങി. അടുത്ത ദിവസം കാർ വാഷിൽ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നോട് കാർ കഴുകാൻ ആവശ്യപ്പെട്ട ഉടമസ്ഥനോട് കയർക്കുന്ന വാൾട്ടർ ഒരടിമയെ പോലെ ജോലി ചെയ്യാൻ തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ആ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഹാങ്കിനെ വിളിക്കുന്ന വാൾട്ടർ അയാളോടൊപ്പം ഒരു ഡ്രഗ് ഓപ്പറേഷൻ കാണാൻ താനും വരട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ദിവസം ഹാങ്കിനോടൊപ്പം ഒരു ക്രിസ്റ്റൽ മെത്ത് നിർമ്മിക്കുന്ന ലാബ് റെയ്ഡ് ചെയ്യാൻ വാൾട്ടറും പോയി. ക്യാപ്റ്റൻ കുക്ക് എന്ന പേരിൽ മെത്ത് ഉണ്ടാക്കുന്ന ഒരാളെയാണ് അവർ അന്വേഷിക്കുന്നത്. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് അവിടെ എത്തിയ അവർ ലാബ് പ്രവർത്തിക്കുന്ന വീട് കണ്ടുപിടിച്ചു. അപ്പോഴേക്കും അവിടെ എത്തിയ ബാക്കി പോലീസ് സംഘം ആ വീടിന്റെ വാതിൽ പൊളിച്ചകത്തു കയറി. അവിടെ വെച്ച് എമിലിയോ എന്ന ഒരു യുവാവിനെ അവർ അറസ്റ്റ് ചെയ്തെങ്കിലും ക്യാപ്റ്റൻ കുക്ക് അവനല്ലെന്ന് അവർക്ക് മനസ്സിലായി. അതിനിടയിൽ ലാബ് കാണാൻ ഒരു അവസരം വാൾട്ടർ ഹാങ്കിനോട് ചോദിച്ചു. ഞങ്ങൾ പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷം നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഹാങ്ക് ലാബിലേക്ക് പോയി. ഹാങ്ക് തിരിച്ചു വരുന്നതും കാത്ത് കാറിൽ ഇരുന്ന വാൾട്ടർ പുറത്ത് മറ്റൊരു കാഴ്ച കണ്ടു. തൊട്ടടുത്തുള്ള വീടിന്റെ ബാൽക്കണിയിൽ നിന്നും ഒരു യുവാവ് തന്റെ വസ്ത്രങ്ങൾ എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ താഴെ വീണ അവൻ പരിസരം വീക്ഷിക്കുന്നതിനിടെ കാറിൽ ഇരുന്ന് തന്നെ നോക്കുന്ന വാൾട്ടറിനെ കണ്ടു. പരസ്പരം കണ്ട ആ നിമിഷം അവർ ശരിക്കും ഞെട്ടി. വാൾട്ടർ മുൻപ് സ്കൂളിൽ പഠിപ്പിച്ച ജെസ്സി പിങ്മാൻ എന്ന പയ്യനായിരുന്നു അത്. തന്റെ അധ്യാപകനായ വാൾട്ടറിനെ തിരിച്ചറിഞ്ഞ ജെസ്സി പെട്ടെന്ന് തന്നെ റോഡിൽ നിർത്തിയിട്ടിരുന്ന തന്റെ കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെട്ടു. ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് ശ്രദ്ധിക്കുന്ന വാൾട്ടർ അതിന്റെ മുകളിൽ ക്യാപ്റ്റൻ എന്നെഴുതിയത് കണ്ടു. അതോടെ ഹാങ്ക് അന്വേഷിക്കുന്ന ക്യാപ്റ്റൻ കുക്ക് ജെസ്സിയാണെന്ന് മനസ്സിലാക്കിയെങ്കിലും വാൾട്ടർ അക്കാര്യം ഹാങ്കിനോട് പറഞ്ഞില്ല. തിരികെ വീട്ടിലെത്തിയ വാൾട്ടർ സ്കൂളിലെ പഴയ റെക്കോർഡുകൾ പരിശോധിച്ച് ജെസ്സിയുടെ വീട് കണ്ടുപിടിച്ച് അന്ന് രാത്രി തന്നെ അവനെ അന്വേഷിച്ച് അവിടെ എത്തി. വാൾട്ടർ തന്നെ കണ്ടതുകൊണ്ട് ഒരു പക്ഷേ പോലീസ് തന്നെ അന്വേഷിച്ചു വരുമോ എന്ന ഭയത്തിലായിരുന്ന ജെസ്സി വാൾട്ടറിനെ കണ്ടതും അവനെ ആക്രമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ തയ്യാറെടുത്തു. എന്നാൽ ഞാൻ നിന്നെ ഉപദ്രവിക്കാനോ പിടിച്ചു കൊടുക്കാനോ വന്നതല്ലെന്ന് പറയുന്ന വാൾട്ടർ അവന്റെ ക്രിസ്റ്റൽ മെത്ത് ബിസിനസിനെ പറ്റിയും അന്ന് നടന്ന പോലീസിന്റെ ഓപ്പറേഷനിൽ അവനുണ്ടായ നഷ്ടങ്ങളെ പറ്റിയും ചോദിച്ചു. പക്ഷെ വാൾട്ടറിനെ പോലീസ് അയച്ചതാണെന്ന സംശയത്തിൽ തനിക്കൊന്നും അറിയില്ലെന്ന് പറയുന്ന ജെസ്സി അയാളോട് അവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഭയവും സംശയവും കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ജെസ്സിയോട് അവരുടെ രണ്ടുപേരുടെയും ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചോദ്യം വാൾട്ടർ ചോദിച്ചു. നിനക്ക് ക്രിസ്റ്റൽ മെത്തിന്റെ ബിസിനസ് അറിയാം, എനിക്ക് അതുണ്ടാക്കുന്ന കെമിസ്ട്രിയും, എന്തുകൊണ്ട് നമുക്ക് പാർട്ട്ണർമാരായി മുന്നോട്ട് പോയിക്കൂടാ? വാൾട്ടറിന്റെ ആ ചോദ്യം കേട്ട ജെസ്സിക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു ചിരിയോടെ അതിനെ നേരിടാൻ അവൻ ശ്രമിച്ചപ്പോൾ തന്നോടൊപ്പം നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസിന് ഒറ്റുമെന്ന വാൾട്ടറിന്റെ ഭീഷണി ജെസ്സിയെ കൊണ്ട് അതിന് സമ്മതിപ്പിച്ചു. മരിക്കുന്നതിനു മുൻപ് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ള പണം പെട്ടെന്ന് കണ്ടെത്തുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് വാൾട്ടറിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ പഠിക്കാൻ തീരെ മോശമായിരുന്ന ഒരു വിദ്യാർത്ഥിയും അവനെ എപ്പോഴും വഴക്കു പറഞ്ഞിരുന്ന അധ്യാപകനും ചേർന്ന് ഒരു മയക്കുമരുന്ന് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ തീരുമാനിച്ചു. വാൾട്ടറിന് സമയം ഒട്ടും കളയാനുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ മെത്തുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകൾ അയാൾ ആരംഭിച്ചു. ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു തികഞ്ഞ പെർഫെക്ഷനിസ്റ്റ് ആയിരുന്ന വാൾട്ടർ സ്കൂളിലെ കെമിസ്ട്രി ലാബിൽ നിന്നും ഏറ്റവും നല്ല രീതിയിൽ മെത്ത് കുക്ക് ചെയ്യാൻ ആവശ്യമായ പൈറക്സ് ഫ്ലാസ്കുകൾ, ബീക്കറുകൾ, ട്യൂബുകൾ എന്നിവ കൈക്കലാക്കി. വാൾട്ടർ ഇതൊക്കെ സംഘടിപ്പിച്ച് നേരെ ജെസ്സിയുടെ വീട്ടിലെത്തിയപ്പോൾ അലസനും മടിയനുമായ ജെസ്സി മദ്യപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മെത്ത് പാചകം ചെയ്യാൻ പോകുന്ന രീതികളും മറ്റും ജെസ്സിയോട് ചർച്ച ചെയ്യുന്ന വാൾട്ടർ മായവും മുളകുപൊടിയുമെല്ലാം ചേർത്ത് അവനുണ്ടാക്കിയ നിലവാരം കുറഞ്ഞ മെത്തിനു പകരം മാർക്കറ്റിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മെത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അവനോട് പറഞ്ഞു. ആദ്യം ജെസ്സി അതിനെ എതിർത്തെങ്കിലും വാൾട്ടറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയല്ലാതെ അവന് വേറെ വഴിയില്ലായിരുന്നു. എന്നാൽ എവിടെ വെച്ച് പാചകം ചെയ്യുമെന്നത് അവർക്കൊരു വെല്ലുവിളിയായിരുന്നു. ജെസ്സി മുൻപ് ചെയ്ത പോലെ ഒരു വീട് വാടകയ്ക്കെടുക്കാമെന്ന് വാൾട്ടർ പറഞ്ഞെങ്കിലും
പോലീസ് പരിശോധന ശക്തമായതിനാൽ അത് റിസ്ക് ആണെന്നായിരുന്നു ജെസ്സിയുടെ പക്ഷം. മെത്ത് പാചകം ചെയ്യുമ്പോൾ പുറന്തള്ളപ്പെടുന്ന രൂക്ഷമായ ഒരു രാസഗന്ധം മണത്ത് പോലീസും നാട്ടുകാരും അറിയാതിരിക്കാൻ ഏറ്റവും നല്ലത് ഒരു വലിയ വാൻ സംഘടിപ്പിച്ച് ആളൊഴിഞ്ഞ ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് പാചകം ചെയ്യുന്നതാണെന്ന ജെസ്സിയുടെ അഭിപ്രായത്തോട് യോജിച്ച വാൾട്ടർ ഉടൻ തന്നെ ഒരു വാൻ സംഘടിപ്പിക്കാൻ ജെസ്സിയെ ഏൽപ്പിച്ചു. അതിനായി തന്റെ പക്കൽ സമ്പാദ്യമായി ആകെ ഉണ്ടായിരുന്ന $7000 അവൻ ജെസ്സിക്ക് നൽകി. ഒരു സ്കൂൾ അധ്യാപകനും യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത നിങ്ങൾ ഈ 50-ാം വയസ്സിൽ എന്തിനാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നും ഇനി അങ്ങോട്ട് ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരായതുകൊണ്ട് എനിക്കത് അറിയണമെന്നും അവിടെ വെച്ച് ജെസ്സി വാൾട്ടറിനോട് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് ബുദ്ധി ഉദിച്ചതെന്നായിരുന്നു അതിന് വാൾട്ടർ പറഞ്ഞ മറുപടി. അവനോട് എത്രയും പെട്ടെന്ന് വാൻ സംഘടിപ്പിക്കാനും നമ്മൾ നാളെ തന്നെ പാചകം ആരംഭിക്കുമെന്നും പറഞ്ഞ് വാൾട്ടർ വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഭാര്യയുടെയും മകന്റെയും ഒപ്പം ഷോപ്പിങ്ങിന് പോയ വാൾട്ടർ തന്റെ സുഖമില്ലാത്ത മകനെ പരിഹസിച്ച ഒരു യുവാവിനെ പരസ്യമായി കൈകാര്യം ചെയ്തു. തന്റെ ഭർത്താവിന്റെ ഈ പുതിയ മുഖം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഭാര്യ സ്കൈലർ ഭയത്തോടെയും അത്ഭുതത്തോടെയുമാണ് അതെല്ലാം കണ്ടുനിന്നത്. അടുത്ത ദിവസം വാനുമായി നഗരത്തിന്റെ അതിർത്തിയിലെ ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തെത്തിയ ജെസ്സിയും വാൾട്ടറും വാനിനകത്ത് ലാബ് മുഴുവനായും സെറ്റ് ചെയ്തു. മെത്തുണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന രൂക്ഷമായ ഗന്ധവും വിഷവാതകവും വസ്ത്രത്തിൽ പിടിച്ചാൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ സ്കൈലർ അത് കണ്ടുപിടിക്കുമെന്ന് വാൾട്ടറിന് ഉറപ്പായിരുന്നു. അതിനാൽ തന്റെ വസ്ത്രങ്ങളും മറ്റും അഴിച്ചുമാറ്റി വാനിന്റെ പുറത്തു വെച്ച ശേഷം ശരീര സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു ഏപ്രണും ഗ്യാസ് മാസ്കും വെച്ച ശേഷമാണ് വാൾട്ടർ വാനിന്റെ അകത്തേക്ക് കയറിയത്. ജെസ്സിയെ പോലെ മെത്തുണ്ടാക്കുന്ന ലോക്കൽ ക്രിമിനൽസ് വൃത്തിയും സുരക്ഷാ സജ്ജീകരണങ്ങളും ഒന്നുമില്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനെ പോലെ വാൾട്ടർ ഒരുങ്ങുന്നത് കാണുന്ന ജെസ്സി ശരിക്കും അത്ഭുതപ്പെട്ടു. അങ്ങനെ ജെസ്സിയും വാൾട്ടറും പാചകം ആരംഭിച്ചു. താൻ വർഷങ്ങൾ കൊണ്ട് നേടിയ കെമിസ്ട്രിയിലെ അറിവ് ഉപയോഗിച്ച് ഓരോ അളവുകളും കിറുകൃത്യം പാലിച്ച് അതീവ സൂക്ഷ്മതയോടെ വാൾട്ടർ മെത്താഫിറ്റമിൻ എന്ന ആ മാരക മയക്കുമരുന്ന് പാചകം ചെയ്തു. തന്റെ പാചകം അവസാനിപ്പിച്ച ശേഷം അയാൾ ഉണ്ടാക്കിയ മെത്ത് പരിശോധിക്കുന്ന ജെസ്സി ശരിക്കും അത്ഭുതപ്പെട്ടു. അവനും സുഹൃത്തുക്കളും ഉണ്ടാക്കുന്ന നിലവാരമില്ലാത്ത മെത്തായിരുന്നില്ല അത്. വലിയ തുക കൊടുത്താൽ മാത്രം കിട്ടുന്ന ക്രിസ്റ്റൽ രൂപത്തിൽ പ്യൂരിറ്റി കൂടുതലുള്ള ഒന്നായിരുന്നു അത്. നിങ്ങളൊരു കലാകാരനാണെന്ന് പറഞ്ഞ് വാൾട്ടറിനെ അഭിനന്ദിക്കുന്ന ജെസ്സിയോട് ഇത് വെറും ബേസിക് കെമിസ്ട്രി മാത്രമാണെന്നായിരുന്നു അയാളുടെ മറുപടി. അവിടെ വെച്ച് ജെസ്സി അത് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അവനെ തടയുന്ന വാൾട്ടർ ഇത് വിൽക്കാനുള്ളതാണെന്നും എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനും ആവശ്യപ്പെട്ടു. അങ്ങനെ തനിക്ക് പരിചയമുള്ള ഡ്രഗ് ഡീലർമാരിൽ ഒരാളായ ക്രേസി എയ്റ്റിനെ ചെന്ന് കാണുന്ന ജെസ്സി തന്റെ കയ്യിലുള്ള പുതിയ പ്രൊഡക്റ്റ് അവന് പരിചയപ്പെടുത്തി. എന്നാൽ ജെസ്സിയെ കാത്ത് അവിടെ മറ്റൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പോലീസ് ഓപ്പറേഷനിൽ ജെസ്സി രക്ഷപ്പെട്ടപ്പോൾ പോലീസിന്റെ കയ്യിലകപ്പെട്ട അവന്റെ പാർട്ട്ണർ എമിലിയോ അവിടെ ഉണ്ടായിരുന്നു. ജെസ്സി തന്നെ ചതിച്ചതാണെന്ന് ധരിച്ചിരുന്ന എമിലിയോയെ ക്രേസി എയ്റ്റ് ജാമ്യത്തിലെടുത്ത് അവന്റെ കൂടെ കൂട്ടിയിരുന്നു. അവിടെ വെച്ച് ജെസ്സി കൊണ്ടുവന്ന മെത്ത് ഹൈ ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്ന ക്രേസി അവനെ ഭീഷണിപ്പെടുത്തി. ഇതാരാണ് ഉണ്ടാക്കുന്നതെന്നും അയാളെ തനിക്ക് പരിചയപ്പെടുത്തി തരാനും ആവശ്യപ്പെട്ടു. അത് സമ്മതിച്ചില്ലെങ്കിൽ തന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലാക്കിയ ജെസ്സി അവരെയും കൊണ്ട് വാൾട്ടറിന്റെ അടുത്തേക്ക് പോയി. ക്രേസി വാൾട്ടറിനോട് സംസാരിക്കുന്നതിനിടയിൽ അന്ന് തന്നെ പിടിക്കാൻ വന്ന പോലീസുകാരുടെ കൂടെ വാൾട്ടറും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ എമിലിയോ ഇവർ നമ്മളെ ഒറ്റിക്കൊടുക്കാൻ വന്നതാണെന്ന് ക്രേസിയോട് പറഞ്ഞു. അതോടെ അവർക്കെതിരെ തിരിഞ്ഞ ക്രേസി അവരെ രണ്ടുപേരെയും കൊന്നുകളയാൻ തീരുമാനിച്ചു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഒരു കല്ലിൽ തലയിടിച്ചു വീണ ജെസ്സിയുടെ ബോധം നഷ്ടപ്പെട്ടു. താൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പായതോടെ വാൾട്ടർ ഒരു ബുദ്ധി പ്രയോഗിച്ചു. അവരെ രണ്ടുപേരെയും വെറുതെ വിടുകയാണെങ്കിൽ താൻ മെത്തുണ്ടാക്കുന്ന രീതി അവർക്ക് പഠിപ്പിച്ചു തരാമെന്ന് വാൾട്ടർ അവരോട് പറഞ്ഞു. അത് സമ്മതിക്കുന്ന അവർക്ക് വാൾട്ടർ തന്റെ ഫോർമുല പഠിപ്പിച്ചു കൊടുക്കാൻ ആരംഭിച്ചു. എന്നാൽ വാൾട്ടറിന്റെ മനസ്സിൽ മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാൾട്ടർ റെഡ് ഫോസ്ഫറസ് എന്ന രാസവസ്തു തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. അതോടെ ഒരു വലിയ പൊട്ടിത്തെറിയോടുകൂടെ ഫോസ്ഫൈൻ ഗ്യാസ് എന്ന വിഷവാതകം ആ ലാബിനുള്ളിൽ നിറഞ്ഞു. ആ അവസരം മുതലാക്കി വേഗത്തിൽ പുറത്തിറങ്ങിയ വാൾട്ടർ ആ വാനിന്റെ വാതിൽ അടച്ചുപിടിച്ചു. അതിനുള്ളിൽ പെട്ട് ആ വിഷവാതകം ശ്വസിച്ച ക്രേസിക്കും എമിലിയോക്കും ബോധം നഷ്ടപ്പെട്ടു. എന്നാൽ അപ്പോഴേക്കും എമിലിയോ വലിച്ചെറിഞ്ഞ ഒരു സിഗരറ്റിന്റെ കുറ്റിയിൽ നിന്നും പടർന്ന തീ അവിടെ ആകെ ആളിപ്പടരാൻ തുടങ്ങി. തീയുടെ പുക കണ്ടാൽ ആളുകൾ അങ്ങോട്ട് വരുമെന്ന് ഭയന്ന വാൾട്ടർ വിഷവാതകം ഏൽക്കാതിരിക്കാൻ ഒരു മാസ്ക് ധരിപ്പിച്ച ശേഷം ജെസ്സിയെ വണ്ടിയിൽ കയറ്റി അവിടെ നിന്നും രക്ഷപ്പെട്ടു. എന്നാൽ പോകുന്ന വഴിയിൽ നിയന്ത്രണം വിട്ട വാൻ റോഡിൽ നിന്നും തെന്നി മാറി ഒരു കല്ലിൽ ഇടിച്ചു നിന്നു. അപ്പോഴേക്കും പോലീസ് വാഹനങ്ങളുടെ സൈറൻ അടുത്തു വരുന്ന ശബ്ദം ശ്രദ്ധിക്കുന്ന വാൾട്ടറിന് എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി. എന്തും നേരിടാൻ തയ്യാറായ വാൾട്ടർ വരാനിരിക്കുന്ന പോലീസ് വാഹനങ്ങൾക്ക് നേരെ തോക്ക് ചൂണ്ടി അവർക്കായി കാത്തു നിന്നു. എന്നാൽ അത് പോലീസ് ആയിരുന്നില്ല. അവിടെ ഉണ്ടായ തീ അണയ്ക്കാൻ വന്ന ഫയർഫോഴ്സ് ആയിരുന്നു അത്. അവർ വാൾട്ടറിനെ ശ്രദ്ധിക്കാതെ കടന്നുപോയി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിന്ന വാൾട്ടറിനടുത്തേക്ക് അപ്പോഴേക്ക് ബോധം തിരിച്ചു കിട്ടിയ ജെസ്സിയും എത്തി. പകച്ചു നിന്ന ജെസ്സിയോട് ഒരു കൂസലുമില്ലാതെ വാൻ ക്ലീൻ ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാമെന്നായിരുന്നു വാൾട്ടർ പറഞ്ഞത്. വാൾട്ടർ